നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. 4ാമത്തെ യുഗമായ കലിയുഗം തുടങ്ങിയിട്ട് 5126 ആറാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,469 ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 31 തീയതിയാണ്. ശകവർഷം 1947 ഭാദ്രപദ മാസം 25 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 16 തീയതിയാണ്. ഇത് കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ദശമി തിഥിയാണ്. ദശമി തിഥി നാളെ വെളുപ്പിന് 12:22 വരെയുള്ള സമയത്ത് ദശമി തിഥിയുണ്ട്. നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ഉദയത്തിനുള്ളത്. അത് 6:45 വരെയുള്ള സമയത്താണ്. അതിനുശേഷം പുണർദം നക്ഷത്രമാണ്. വളരെ കുറച്ചു സമയമേ തിരുവാതിര നക്ഷത്രം ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ പുറന്നാൾ എടുക്കേണ്ടത് പുണർദം നാളായിട്ടാണ് എടുക്കേണ്ടത്. കരണം വരുന്നത് പശു കരണമാണ്. ഉച്ചയ്ക്ക് 12:53 വരെയുള്ള സമയത്ത് പശുകരണമുണ്ട്. നിത്യയോഗം വരുന്നത് വരിയാൻ നാമ നിത്യയോഗമാണ്. ഉച്ചയ്ക്ക് 12:33 വരെയുള്ള സമയത്ത് വരിയാൻ നാമ നിത്യയോഗമുണ്ട്. ഞാറ്റുവേല ഉത്രം ഞാറ്റുവേലയാണ്. ഋതു വർഷ ഋതുവാണ്. അയനം ദക്ഷിണായനമാണ്. ഇന്ന് ദിവസം ചൊവ്വയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17 ഉദയം സംഭവിക്കുന്നു. അസ്തമയം 6:20 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 3 മിനിറ്റ് 12 ആണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 3:19 തുടങ്ങി 4:49 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് 12:18 തുടങ്ങി 1:49 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 9:17 മുതൽക്ക് 10:48 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വജ്രകാലങ്ങളാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:54 തുടങ്ങി 12:16 വരേക്കും, തുടർന്ന് 4 മിനിറ്റ് വർദ്ധിച്ച് 12:20 മുതൽക്ക് 12:42 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളൊന്നും ഇല്ലാതെ വരികിൽ അന്നേ ദിവസം തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ടെടുക്കാം എന്ന് ആചാര്യസമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് വൃശ്ചികക്കൂറുകാർക്കാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നാടുകാർക്ക് 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. പുതിയ സംരംഭങ്ങൾക്ക് തുടങ്ങുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട യാത്രകൾ ഇതൊക്കെ ഇന്നത്തെ ദിവസം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് സമയത്ത് വരുന്നത് തിരുവാതിര നക്ഷത്രമാണെങ്കിലും വളരെ കുറച്ച് സമയം മാത്രമാണതുള്ളത്. പുണർദമാണ് ഇന്നത്തെ ദിവസം. പിറന്നാളും ഒക്കെ എടുക്കേണ്ടത് പുണർദം നക്ഷത്രമായിട്ടാണ്. എല്ലാ തരത്തിലുള്ള പൗഷ്ടിക കർമ്മങ്ങൾക്കും വിവാഹം നടത്തുക, അതുപോലെ രാജഗൃഹം, ദേവഗൃഹം, ക്ഷേത്രം മുതലായിട്ടുള്ളവ നിർമ്മിക്കുക, എല്ലാ തരത്തിലുള്ള മംഗളകർമ്മങ്ങളും ഭൂഷണാദികൾ ധരിക്കുക, ഇതൊക്കേക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. തിഥി വരുന്നതും ദശമി തിഥിയാണ്. ദശമി തിഥിക്കും വിവാഹാദി കാര്യങ്ങൾക്ക്, യാത്ര പോകുന്നതിന്, ഭൂഷണാദി കാര്യങ്ങൾക്ക്, ഗൃഹപ്രവേശത്തിന്, ഗജ അശ്വ നൃപകാര്യങ്ങൾ നടത്തുന്നതിന് ഒക്കെയും ദശമി തിഥി നല്ലതാണ്. നമസ്കാരം.